നമ്മുടെ ജീവിതത്തിൽ പാപം വരുമ്പോൾ, ദൈവം വെറുക്കുന്ന ദുഷ്ടപിശാചിന് നാം ഇടം കൊടുക്കുമ്പോൾ, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നാം മുന്നോട്ട് പോകുമ്പോൾ, ദൈവത്തിൻ്റെ ആലോചന ചോദിച്ച്, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച്, ദൈവിക വഴിയിലൂടെ ദൈവിക നിർദ്ദേശപ്രകാരം നടക്കേണ്ടവരായ നാം സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വഴികളിലൂടെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം ബുദ്ധിക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാം പാപത്തിൻ്റെ കെണിയിൽപ്പെടുന്നു. തന്മൂലം ദൈവം നമുക്ക് തരുന്നതായ ആ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഈ പ്രൊട്ടക്ഷൻ, ഈ സംരക്ഷണം നമ്മിൽ നിന്ന് പോയാൽ പിശാച് നമ്മുടെ ഉള്ളിൽ കയറി നമ്മിൽ നിന്നും വിലപ്പെട്ടത് മോഷ്ടിക്കും. എന്താണ് വിലപ്പെട്ടത്? നല്ല സ്വഭാവങ്ങൾ, എളിമ, ക്രിസ്തുവിനോടുള്ള വിശ്വാസം, ഭക്തി, പ്രാർത്ഥനാ ജീവിതം, ആത്മാവിന്റെ ഫലങ്ങൾ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. 9 ഫലം. ആത്മാവിന്റെ കൃപാവരങ്ങൾ പോലും മോഷ്ടിച്ചുകൊണ്ട് പോകും. പിശാച് വരുന്നത് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പിശാചിന് ഇടം കൊടുത്താൽ, ഈ മതിൽ പൊളിഞ്ഞുപോയാൽ വലിയ നഷ്ടം നമുക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് നാം എപ്പോഴും ദൈവിക സംരക്ഷണത്തിലും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനിലും ദൈവിക മതിലിൻ്റെ ഉള്ളിൽ, സംരക്ഷണ ഭിത്തിക്ക് ഉള്ളിലായിരിക്കണം ജീവിക്കേണ്ടത്.